അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ള ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ഒരുപാട് നാളുകൾ കൊണ്ട് നീ കരയുകയാണല്ലോ, എന്താണ് നിനക്ക് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കുളിപ്പിക്കുവാനും മയ്യത്ത് നമസ്കരിക്കുവാനും കബറടക്കുവാനും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നടക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് പലക കിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. എന്തിനെന്നറിയുമോ? കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാണ്. എന്നിട്ട് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കിടിയുമ്പോ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്, പലകയെടുത്ത് മാറ്റുകയാണ്. കബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന പുതിയ കഫം തുണിയുണ്ടല്ലോ, അതടിച്ചെടുക്കും നബിയേ. എന്നിട്ട് കബറിന്റെ മുകളിൽ കയറി പഴയതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ഈ കഫം തുണി കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ കബർസാനിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ അവിടെ കിടക്കുന്ന മണ്ണ് വാരിയിട്ട് തന്റെ തലയുടെ മുകളിൽ ഇടുകയാണ്. എന്നിട്ട് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെക്കാളും ഒരു പാപി ദുനിയാവിലില്ല നബിയേ, അല്ല എനിക്ക് പുറത്തു തരുമോ? ആരാ ചോദിക്കുന്നത്? ഖബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ച മനുഷ്യരാട്. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? റബ്ബിനോട് ദുആ ചെയ്തടാ. അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു.